നാട്ടിൽ പെൺഗുണ്ടകൾ ബ്ലേഡ് മാഫിയക്കാരായി. പലിശയ്ക്ക് വാങ്ങിയ പണം തിരിച്ചു നൽകാൻ വൈകിയതിന്റെ പേരിൽ ആലപ്പുഴ ചാരുമൂടിൽ പൂർണ്ണഗർഭിണിയായ യുവതിയെയും മാതാവിനെയും പണമിടപാടുകാരായ സ്ത്രീകൾ മർദ്ദിച്ച ശേഷം വീടിനുള്ളിൽ പൂട്ടിയിട്ടു. പോലീസ് പെൺഗുണ്ടകൾക്കൊപ്പം നിന്നെന്നും പരാതിയുണ്ട്. കായംകുളത്തിന് സമീപം താമരക്കുളം മണ്ണാരേത്ത് വീട്ടിൽ ചിത്ര, മകൾ വിനീത എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വിനീതയുടെ വിവാഹത്തിനായി 1 വർഷം മുൻപ് ചിത്ര താമരക്കുളം സ്വദേശിനിയായ സ്ത്രീയിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. ഇത് തിരികെ ആവശ്യപ്പെട്ടെത്തിയ 3 സ്ത്രീകളാണ് പൂർണ്ണ ഗർഭിണിയായ വിനീതയെ മർദ്ദിക്കുകയും തുടർന്ന് മുറിക്കുള്ളിൽ പൂട്ടിയിടുകയും ചെയ്തത്. കുറച്ച് പലിശയ്ക്ക് എടുത്തായിരുന്നു മോളുടെ കല്യാണത്തോട്. അത് കൊടുക്കാൻ കുറച്ച് താമസം വന്നു. കുറച്ച് ഗഡുക്കൾക്കായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചില്ല. 3 പേരും കൂടി വീട്ടിൽ വന്ന് എൻ്റെ ഗർഭിണിയായ മോളെ ഉപദ്രവിക്കുകയും എന്നെ തള്ളി താഴെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്തു. പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. അവരുടെ ഭാഗമായിരുന്നു പോലീസും സംസാരിച്ചത്. മാവേലിക്കര സി എന്നെ വിളിച്ചിട്ട് അവരുടെ മുന്നിൽ വെച്ച് വിരട്ടി വീട് പെട്ടെന്ന് വിറ്റ് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. കുറേ ഇതായിട്ട് വിരട്ടിയായിരുന്നു. അങ്ങനെ കുറച്ച് അഭയമില്ലാത്ത രീതിയിൽ അപമാനപ്പെടുത്തി എന്നെ അവിടെ വെച്ച്. താമരക്കുളത്ത് വസ്ത്രവ്യാപാരം നടത്തുന്ന ചിത്ര സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് വീട്ടിലെത്തിയ ചിത്രയെയും ഇവർ മർദ്ദിച്ചു. തുടർന്ന് 2 മണിക്കൂറിന് ശേഷമാണ് മുറിയിൽ പൂട്ടിയിട്ടിരുന്ന വിനീതയെ മോചിപ്പിച്ചത്. ഇരുവരെയും പിന്നീട് നാട്ടുകാർ കായംകുളം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചില പോലീസുകാരുടെ ഒത്താശ സംഭവത്തിന് പിന്നിലുണ്ടെന്നും ആരോപണമുണ്ട്. മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവ് തങ്ങളുടെ മൊബൈൽ ഫോൺ അപഹരിച്ചതായും ചിത്ര പറഞ്ഞു. സ്വന്തം വീട്ടിൽ നിന്ന് ബലമായി ഇറക്കിവിട്ടതോടെ എങ്ങോട്ട് പോകുമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. മനോരമ ന്യൂസ്, ആലപ്പുഴ.